ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് മക്കളെ നമ്മൾ പോകാൻ പോകുന്നത് മഞ്ചേരി പാപ്പിനിപ്പാറ ഉള്ള ലത്തോഫ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി എല്ലാമായിട്ടുള്ള മാങ്കാക്ക വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി. മാങ്കാക്കാൻ്റെ വണ്ടിയിലാണ്ട് ഇരുന്നപ്പോൾ റിസോർട്ടിലെത്തിയ കാര്യം എന്നോട് അറിഞ്ഞില്ല കേട്ടോ. ലത്തോഫ എന്നാണ് നമ്മൾ ഈ ഒരു റിസോർട്ടിൻ്റെ പേര്. അത് ഞാൻ ആദ്യം പറഞ്ഞു. ഒരു 2-3 മണിക്കൂർ ഞാൻ അതിമൊക്കെ നോക്കി നിൽക്കാനായിട്ട് എന്താ ഇത് വായിക്കാന്ന്. ഈ മുതലാളിക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഒരു NRBP എന്ന് കിട്ടണമെങ്കിൽ ആൾക്കാർക്ക് വായിക്കാൻ എന്തൊരു സുഖമായിരുന്നു. കയറി ചെന്നപ്പോൾ നമ്മൾ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ സിറ്റൗട്ടിൽ. നമ്മളെത്താൻ കുറച്ച് നേരം വൈകി. എത്തിയിടത്തിന് അമ്മ ഫീൽഡിൽ ഇറങ്ങിന് കേട്ടോ. അവിടുന്ന് ഒന്നായിട്ട് തല തിരിച്ചാൽ കാണാം നമ്മളെ ചൂടുള്ള എണ്ണയെ കിടന്ന് പൊരിഞ്ഞ് കരിയണ നമ്മളെ പൊക്കവട. അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ബാനൂസ് കിച്ചൺ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എത്തേണ്ട. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പ്രത്യേകം നന്ദി പറയാണ്. പിന്നെ സമൂസ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എൻട്രൻസ് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കും അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ചെറിയൊരു വെജിറ്റബിൾ ഗാർഡനും അവിടെ സെറ്റ് വെജിറ്റബിൾ എന്നല്ല ഫ്രൂട്ട്സും എല്ലാം കലരുന്ന ഒരു ഗാർഡനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ ഇപ്പുറത്തായിട്ട് ഒരു ടർഫ് വരുന്നുണ്ട് കേട്ടോ. ഫുള്ള് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് എൻജോയ് ആണ്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ ഒരു പാർക്കാണ് കേട്ടോ. അത്യാവശ്യം നമ്മളെ മക്കൾക്ക് കളിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയ പാർക്കുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഗ്യാരൻറ്റി തരികയാണ്, മക്കളെയും കൊണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് മുതലാകും. പിന്നെ അതാ നമ്മൾ ഈ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു പാലം കൊടുത്തിട്ടുണ്ട്. എവിടേക്കാണ് ഈ പാലം പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ സ്വിമ്മിംഗ് പൂളൊക്കെ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികൾക്കാണ് ഇവിടെ വന്ന് കൂടുതലും എൻജോയ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്വിമ്മിംഗ് പൂൾ, നല്ല വിശാലമായ സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ഫസ്റ്റത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കാണ്. പിന്നെ ഇങ്ങനെ താന്ന് വരികയാണ്, ഒരു സ്ലൈഡ് പോലെ ഇങ്ങനെ വരിക. പിന്നെ ആയം കൂടി വരികയാണ് വലിയവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ ആ ടർഫിലാണ് നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ റിസോർട്ടിന് നേരെ മുമ്പിലായിട്ടൊരു ഹണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ പീസ്ഫുൾ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു വഴിയുണ്ടല്ലോ, ഈ ഒരു സ്റ്റെപ്പ് കയറിപ്പോയാൽ നല്ലൊരു അടിപൊളി ഒരു സ്പോട്ടുണ്ട്. നമ്മൾ ഫോട്ടോഷൂട്ടിനായിട്ട് ബിൽഡ് ചെയ്ത് വെച്ചൊരു സ്പോട്ടാണെന്ന് തോന്നിപ്പോകും. അത്രക്കും അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ്. ഇതാണ് നമ്മളെ റിസോർട്ട്. ഇപ്പം ഞാൻ പറഞ്ഞ സ്പോട്ടാണ് ഗൈസ് ഈ ഒരു സ്പോട്ട്. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണത്. അപ്പോൾ ഇതാണ് നമ്മളെ റിസോർട്ട്. ഇനിയിപ്പോൾ റിസോർട്ടിൻ്റെ ഉള്ളിൽ കാണാം. അപ്പോൾ ഉള്ളെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നേരെ കയറി ചെല്ലുന്ന ഡൈനിങ് ഹാളിലേക്കാണ്. ഈ ഡൈനിങ് ഹാൾ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു കിച്ചണാണ് വരുന്നത്. പിന്നെ നേരെ നോക്കിയാൽ നമുക്ക് ലിവിങ് സ്പേസും അതുപോലെ തന്നെ അതിനോട് ചാരി തന്നെ നമ്മൾ ഡൈനിങ് സ്പേസും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡൈനിങ് സ്പേസിൽ നമുക്കൊരു TV സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഫുഡ് കഴിക്കാം. പിന്നെ ഈ ഒരു ഡൈനിങ് ഹാളിനോട് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടാണ് ബെഡ്റൂം വരുന്നത്. അടിപൊളി ബെഡ്റൂമാണ് ഗൈസ്. അപ്പോൾ ഈ ബെഡ്റൂമിൽ എന്താ പറയുക, ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇങ്ങോട്ട് നേരെ തിരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു മിറർ വരുന്നുണ്ട്. ആ മിററിലും ഒരു സ്റ്റോറേജ് സ്പേസ് ആ മിററിൽ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് കരുതിയിരുന്നത് ജസ്റ്റ് ഒരു മിററാണെന്നാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അവിടുത്തെ കുറേ കുട്ടികളെ പിടിയും വലിയും കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗൈസ് ഇതൊരു സ്റ്റോറേജ് സ്പേസ് ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. പിന്നെ അതിൻ്റെ നേരപ്പുറത്തായിട്ടൊരു അറ്റാച്ച്ഡ് ഒരു ബാത്റൂമും കൂടി വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഹൈജീനിക്കും എല്ലാമായൊരു ബാത്റൂമാണ്. എനിക്കിങ്ങനെ തുറക്കാനും അടക്കാനൊക്കെ നന്നായിട്ട് കഴിയും ഗൈസ്. പിന്നെ നമ്മൾ പോകാൻ പോകുന്ന മുകളിലേക്കാണ് കേട്ടോ. ഈ സ്ഥലം എനിക്ക് വാക്കുകളില്ല ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ അത്രയ്ക്കും അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഈ ലൈറ്റൊക്കെ ഞങ്ങൾ രാത്രി അതിന് ശേഷം അങ്ങോട്ട് കയറിയിട്ടില്ല, കാരണം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഫുള്ള് നമ്മൾ അടിയിലിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ക്ലിപ്സ് ഞാൻ ഇതിലെടുത്തിട്ടില്ല. അപ്പോൾ എന്താ പറയുക, നല്ല വൈബാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായി, കുറച്ച് കളർ മങ്ങിയരായിട്ട് ഞാൻ മുകളിലേക്ക് കയറുന്നത്. അടിപൊളി ഗൈസ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ. സത്യം പറയാം, ചുറ്റും ഗ്ലാസ് ആയിട്ട് നല്ല ലൈറ്റും അതുപോലെ തന്നെ ആ ഒരു പുറത്തുള്ള വ്യൂവും ഒരു മലൻ്റെ മുകളിലാണ്. അപ്പോൾ ആ ഒരു വ്യൂ ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ അതൊരു ഡൈനിങ് ഹാൾ, അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബെഡ്റൂമും കൂടി വരുന്നുണ്ട്. ഈ ഒരു റിസോർട്ടിൽ 2 ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മുകളിലെ ബെഡ്റൂം കേട്ടോ. മുകളിലെ ബെഡ്റൂം ഗൈസ്, അതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറേജ് സ്പേസ്, പിന്നെ ഈ ഒരു
മിറർ വരുന്നുണ്ട്. അപ്പോൾ ഈ മുകളിൽ ഞാൻ പോയി വീഡിയോ എടുത്ത സമയത്ത് എനിക്കറിയില്ല ആ മിററിൻ്റെ ബാക്കിൽ സ്റ്റോറേജ് സ്പേസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അടിയിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിനോടും അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂം വന്നിട്ടുണ്ട്. ഇതും എനിക്കിങ്ങനെ അടക്കാനും തുറക്കാനൊക്കെ കഴിയും ഗൈസ്. പിന്നെ നമ്മളിവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ബെഡ്റൂം എന്തുവാ ഗൈസ്, നമ്മളെ ബെഡിൽ നമുക്ക് നേരെ രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന വ്യൂ എന്ന് വെച്ചാൽ നമ്മളെ പുറത്തോട്ടായിരിക്കും. അങ്ങനെ 2 സൈഡും ഗ്ലാസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ് സത്യം പറയാലോ, എനിക്കിതിൻ്റെ വാതിൽ എവിടെയെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു കേട്ടോ ഗൈസ്, എല്ലാവരും ഇപ്പോൾ ഈ ഒരു ബാൽക്കണിയിൽ എത്തണമെങ്കിൽ ഇത് കുത്തി പൊട്ടിച്ചിട്ട് ഇറക്കേണ്ടി വരും എന്നുള്ളത്. പിന്നെയാണ് എനിക്ക് ഡോറ് കണ്ടെത്താൻ കഴിഞ്ഞത്. അങ്ങനെ ഞാൻ ഡോറ് കണ്ടെത്തി പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. പിന്നെ ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ കണ്ട വ്യൂ ഇവിടുന്ന് ഒരു തടസ്സമില്ലാതെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ബാങ്ക് കൊടുക്കാനുള്ള സമയമായിട്ടോ ഞാൻ മുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റിസോർട്ടിൽ. ബാക്കിയുള്ള എല്ലാവരും അടിയിൽ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയായിരുന്നു നമ്മൾ നോമ്പ് തുറ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ബാങ്ക് കളിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം എല്ലാവരും പറഞ്ഞു തട്ടിക്കൊള്ളി സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും തട്ടാൻ തുടങ്ങി. പിന്നെ നമ്മൾ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിൽ വാട്ടർമെലൺ ആൻഡ് ഗ്രേപ്സ്, പിന്നെ സ്നാക്സിൽ വരികയാണെങ്കിൽ സമൂസ, പൊക്കവട, പിന്നെ ജ്യൂസായിട്ട് നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരാളോട് റിവ്യൂ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കേൾക്കാം. നോമ്പ് തുറന്നിട്ട് എന്താ അൽഹംദുലില്ലാ റാഹത്ത്. എന്തെങ്കിലും വലുതും ചത്ത 10 ലക്ഷം കടം വീട്ടിയ മാതിരിയായി. ഇപ്പോൾ അമ്മ ഒരു ക്ഷീണയിന്ന് നോമ്പോട് തുറന്നോട് കൂടെ നമ്മളെ ഷാർബാൻ ഉണ്ടാക്കിയ സമൂസ കഴിച്ചപ്പോൾ ഒന്ന് റാഹത്തായി. 10 ലക്ഷം കടണ്ടേനി അതിന് വീട്ടിയ പോലെ ഇപ്പോൾ. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് ഇവിടെ ഇരിക്കുന്ന ആളാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇഫ്താർ മീറ്റിൻ്റെ എന്താ ഇപ്പോൾ പറയുക, കോർഡിനേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് മെയിനായിട്ടുള്ള ഒരാളാണ്. പിന്നെ നമ്മൾ പ്രെയറും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ്. അതിനെപ്പറ്റി എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ എത്രയോ ബെറ്ററാണ് ആ ഒരു സംഭവം എന്നുള്ളത്. കാരണം നമ്മൾ ആദ്യം കഴിച്ച ഫുഡ് ഒന്ന് റിലാക്സ് ആയിട്ട് നമുക്ക് കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റും. മറ്റേത് നമ്മളിത് ഈ ചടപടാന്ന് പറഞ്ഞ് കഴിക്കുമ്പോൾ നമുക്ക് ഒക്കെപ്പാടെ കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഈ പ്രയറിന് പോയൊരു സമയത്ത് എൻ്റെ കൈമ ചെറിയൊരു മുറിവായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മച്ചി വാരിത്തരാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ. അവിടുത്തെ എല്ലാവരും മൂക്കിലായിരുന്നു. ഉമ്മാൻ്റെ കുഞ്ഞിക്കുട്ടിയായ ാണ് വാരി കൊടുക്കണേ, മുറി എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് നമ്മളെ കൈമേൽ മുറിയുണ്ട്, നമുക്കൊന്നും ആരും വരുത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവരെല്ലാവരും അസൂയപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ അവരെല്ലാവരും മുമ്പിൽ നിന്ന് വീഡിയോ എടുത്ത് കഴിക്കുകയാണ്. ഇങ്ങോട്ട് എല്ലാവരും വിളിച്ച് കാണിച്ച് കൊടുക്കും. അപ്പോൾ കണ്ണ് ഫുള്ള് പുറത്തായിരിക്കും കേട്ടോ. കാരണം എല്ലാവരും വന്നിട്ട് ഓരോരുത്തരും ചോദിക്കട്ടെ എന്താ ഉമ്മാൻ്റെ കുഞ്ഞുകുട്ടിയായിട്ടാണോ വാരി കൊടുക്കണമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ കണ്ണ് ഫുള്ള് പുറത്താണ്, വീഡിയോ എടുക്കുന്നുണ്ടെന്ന് തന്നെ ഉള്ളൂ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഉമ്മാൻ്റെ കണ്ണുകൊണ്ടുള്ള ഒരു ആക്ഷൻ റിപ്പീറ്റ്. ഈ ഒരു ആക്ഷൻ എന്തിനാണെന്നറിയോ? ഞാൻ ചോദിച്ചു ഉമ്മാനോടെ എങ്ങനെയുണ്ട് ഉമ്മ ഫുഡ് എന്ന്. അടിപൊളി എന്ന് പറഞ്ഞതാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് ഫുള്ള് പോകുന്നത് നമ്മളെ ബാനൂസ് കിച്ചണിൽ ഇത്താക്ക് തന്നെയാണ്. അപ്പോൾ ഇത്താക്ക് നമ്മളൊരു പതക്കൊക്കെ അണിയിച്ച് നമ്മളെ സന്തോഷത്തിന് ഒരു 500 രൂപ കൈമാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാം. പ്ലീസ് അതുപോലെ തന്നെ നമ്മുടെ ബാനൂസ് കിച്ചണിൽ ഒരു ക്യാഷ് പ്രൈസ് കൂടെ ഉണ്ട്. ഇതുപോലെ വാങ്ങിച്ചോളൂ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലിക്കോൺ തന്നെ വിളിച്ചാലും ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ബൈ.